ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നിൻ്റെ മുടി എന്തിനാ ചൗരി പോലെ ഇരിക്കണത്, ഉണക്കായിട്ടിരിക്കണത്, ചൂല് പോലെയാണെന്നൊക്കെ പലരും എന്നെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാനതൊക്കെ കാര്യമായിട്ട് എടുത്തിട്ട് മുടി വെട്ടാൻ തന്നെ തീരുമാനിച്ചു. അപ്പം നോമ്പായതുകൊണ്ട് എൻ്റെ സ്ഥിരമായിട്ട് മുടി വെട്ടുന്ന ആ മാമനാണെങ്കിൽ കട തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വെട്ടുന്ന ഒരാളുടെ അടുത്ത് നിന്ന് മാറി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മാമന് നമ്മുടെ അടുത്ത് ഒരു മുഷിപ്പ് തോന്നത്തില്ല. എനിക്ക് ഇപ്പം വേറെ കടക്കാരനൊക്കെ ആയല്ലോ, ഇനി അങ്ങോട്ട് പോയി ആയിക്കോ, ഇനി ഇങ്ങോട്ടൊന്നും വരണ്ട. പിന്നെ അങ്ങേരെ മൂത്ത് നോക്കാൻ ഒരു മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടി വെട്ടാതെ വീട്ടിൽ കയറി തിരിച്ച് വന്നപ്പോഴത്തേക്ക് മാളക്കുട്ടി പറഞ്ഞ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുടി വെട്ടിത്തരാം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് പുള്ളിക്കാരി. പിന്നെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ഞാൻ ഒന്ന് തല വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ ഹെയർ കട്ടിന് വേണ്ടി മാളക്കുട്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് മുണ്ടാണ്, മറ്റേ ഇത് മുടിയൊന്നും പുറത്താവാതിരിക്കാൻ വേണ്ടി മുണ്ട്, ടിഷ്യൂ അതിന്റെ ഇടയിൽ എടുത്തു വെക്കാൻ വേണ്ടിട്ട് 100% പ്രൊഫഷണൽ. ഇതെന്തിനാണ്? ഓക്കെ, അത് കത്രിക, മുറിയോ, ഇത് ചീപ്പ്, പിന്നെ ഇത് വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ട് ട്രിമ്മർ, പിന്നെ ഒരു മിറർ. ഫുൾ സെറ്റപ്പ് ആണ്. പിന്നെ ലാസ്റ്റ് എങ്ങാനും മുടിയൊക്കെ മുഖത്തുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കളയാൻ വേണ്ടിട്ട് 100% പ്രൊഫഷണലിസം ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടിട്ട് എന്റെ ഹെയർ സ്റ്റൈൽ ഏത് രീതിക്ക് ആക്കി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു സാമ്പിൾ ഹെയർ കട്ട് തണ്ട കാണിച്ചു തരാം. യെസ്, ഇതേപോലെ ട്രിം ചെയ്ത് ബാക്കൊക്കെ ഒന്ന് കൊട്ടാ ഏകദേശം ഇതേപോലെ ആക്കി തരും. സ്റ്റാൻഡേർഡ് ആയിട്ട് സെയിൻ മാലിക്കാടാ, ഇത് സുഹേൽ മാലിക്, ഏതൊക്കെ മാലിക്, സുലൈമാൻ മാലിക് ഒക്കെ ആക്കി തരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ തലക്കകത്തെന്ന് പറയുന്നത് ഓക്കെ എല്ലാം പെടും. അപ്പൊ നമ്മുടെ തലക്കകത്തല്ല ഗൈസ്, നമ്മുടെ തലയ്ക്ക് പുറത്തെന്ന് പറയുന്നത് പ്ലീസ് ഞാൻ എടുത്തോട്ട് എല്ലാം മച്ചള. അപ്പോൾ അതായതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നല്ല ചൂടാണല്ലോ, ആ ചൂട് സമയത്തെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പൊടിയൊക്കെ അടിച്ച് നമ്മുടെ തലയ്ക്കകത്തെന്ന് പറയുമ്പോൾ ഈ ഡാൻഡ്രഫൊക്കെ വന്ന് ചൊറിഞ്ഞ് ഒരു പണ്ടാരടങ്ങും. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല, എനിക്കെന്നല്ല ഒരുവിധപ്പെട്ട ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഒന്ന് അടിച്ചനച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷാമ്പു ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളൊരു ഷാമ്പു നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് മാമ എർത്തിൻ്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് കണ്ടത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 100% ഡാൻഡ്രഫ് ഫ്രീ ആണെന്നും പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയ ലെമണും ജിഞ്ചറാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ എല്ലാ ഹെയർ ടൈപ്സിനും ഇത് യൂസ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ താണ്ട തലയൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം ഈ സാധനം കയ്യിലെടുത്തിട്ട് 2 പീസ് ഇങ്ങനെ അടിച്ചതിന് ശേഷം കയ്യിലിട്ടൊന്ന് കുഴച്ചിട്ട് നേരെ തലയിലോട്ട് അപ്ലൈ ചെയ്യുക. സംഭവം കഴിഞ്ഞ്. ഈ ഷാമ്പൂവിനകത്ത് ലെമണും ജിഞ്ചറും ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മുടെ ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യും, പിന്നെ നമ്മുടെ സ്കാൽപ്പിലെ pH ബാലൻസിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എനിക്ക് മാമ എർത്ത് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അവർ കസ്റ്റമേഴ്സിനെ ലിസൺ ചെയ്യുകയും അവരുടെ പ്രോഡക്ട്സ് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനും നോക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാം തേച്ചൊരിച്ച് കഴുകിയിട്ടുണ്ട്. 1 മിനിറ്റ് മുടി കണ്ടു കുത്തണം. ഓക്കെ, ഇനി നമുക്കൊരു ഡാൻഡ്രഫ് ടെസ്റ്റ് നടത്താം. അതിനുവേണ്ടി ദാണ്ട ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ദാണ്ട ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല. എന്നിട്ട് ദാണ്ട ഒരു പടലം മുടി ഇങ്ങോട്ടും ഒരു പടലം മുടി അങ്ങോട്ടും ആക്കിയിട്ട് ദാണ്ട ഒരു വകുപ്പിനകത്ത് നമ്മളിത് വകുപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ സാധനം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ അമുക്കി പിടിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങ് നോക്കണം. ആഹാ, ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ സംഭവം സക്സസ്ഫുള്ളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഉപയോഗിക്കാം. എന്നെ അറിയുന്നവരടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മാമ എർത്തിൻ്റെ എന്നെ സഹോദരനായ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് കണ്ടീഷണറാണ്. ഇതും താണ്ട കുറച്ചെടുത്തതിന് ശേഷം മുടിയിൽ പുരട്ടി വയ്ക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകി കളയുക. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ കുറച്ച് സ്മൂത്താവും, സിൽക്കിയും ആവും. ആഹാ, ഇതെല്ലാം തേച്ച് പുരട്ടി കുളിച്ചപ്പോൾ തലയ്ക്ക് എന്തൊരു ആശ്വാസം. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ പ്രോഡക്ട്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അരുൺ ജെ 2025 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 20% ഓഫ് മാമ എർത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും ലഭിക്കുന്നതാണ്. ഓൾസോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ പോലുള്ള സൈറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ആ മുടിയും കൂടെ ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ. മുടി വെട്ടാറായ? അപ്പോൾ ആദ്യം നമുക്ക് ടിഷ്യൂ വയ്ക്കാം. ഓക്കെ പിടിച്ചോ. ഓക്കെ, മിക്കവാറും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് ഹെയർ കട്ട് ഇത് തന്നെ ആയിരിക്കും. അത് ഇച്ചിരി പാളിപ്പോയി. കൈയ്യട് എടുക്കട്ടോ. ചപ്പി. ഇനി കെട്ട് കെട്ട് പടന്ന് കെട്ട്. ഇനി വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്യും. വെള്ളമാണ് കട്ടയുണ്ടേ. കട്ടേ ഇടേ, ഒന്ന് ശ്രദ്ധിച്ചോണേ. ആദ്യം ഞാനല്ല, നീയാണ് സ്പ്രേ ചെയ്യാനുള്ള. വെള്ളം കൊണ്ട് തിരിച്ചു വെച്ചു. മുടി പോരാ, നല്ല രീതിക്ക് ഇത് ജട പിടിച്ച് കിടക്കുകയാണ്. കത്തിരി പോയിട്ട് ചീപ്പ് പോലെ അതിനകത്ത് ഇറങ്ങൂല.
വെള്ളം തികയോ കുറെ ഉണ്ടല്ലേ. വേണമെങ്കിൽ നമുക്ക് മഗ്ഗിൽ കോരി ഒഴിക്കാം. ഇങ്ങനെയല്ലേ വകുപ്പ് എടുക്കണേ? അയ്യോ വകുപ്പല്ല, മറ്റേ സൈഡില്ലേ, സൈഡ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയാണ്. അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വകുപ്പ് എടുത്ത് തന്നെ അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ. അയ്യോ അങ്ങനെ ഒരു സാമ്പിൾ ഒന്ന് കാണിച്ചോടാ. ട്രിമ്മർ ഇട്ട് ചെറുതായിട്ടൊന്ന് പിടി, നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ സൈഡ് ചേച്ചി എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വെട്ടാം. ഓക്കെ, ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിന്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ. ഇനി അത് ടെസ്റ്റ് ചെയ്യാനില്ല. അടുത്തോട്ട് പിടിച്ചോ, ടെസ്റ്റിംഗ് ആയിട്ട്. എടാ എന്റെ പൊസിഷൻ കറക്റ്റ് ഇല്ലെന്ന് തോന്നിട്ടാ. അതാ പേടിപ്പിക്കാതെ എന്ത് തലേന്ന് നേരെ വെച്ചു പൊസിഷൻ. എന്റെ പൊസിഷൻ അല്ല, ട്രിമ്മറിന്റെ പൊസിഷനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, സൈഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തു. ഓക്കെ ഓക്കെ, അതെ അതെ, അങ്ങനെ എടുത്താ വരുന്നുണ്ടോടാ? ഓ, സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നിന്നെ പോലെ ആയാ? അയ്യോ, ഇപ്പൊ ചെറുതായിട്ടൊന്ന് കരണ്ടി. അല്ല ചെറുതായിട്ട്. അവ ഒറ്റ സൈഡിലെ ആക്ഷൻ മാത്രം മതിയെന്ന് പറ. അവള് കണ്ടണം മുണ്ടണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കരണ്ടി പറഞ്ഞു പോകും. അത് കണ്ണാടി ഇങ്ങെടുത്തല്ലേ. ചേച്ചി ഒന്ന് മാറിയാൽ നേരെ നിന്നാണ്. എങ്ങനെ ഉണ്ടോ? ചാർജ് തീർക്കല്ലേ ട്രിമ്മറിന്റെ? അയ്യേ, ഇതെന്തോന്നത്? എന്നാണ് ഞാൻ പറഞ്ഞത്, തുടങ്ങിയപ്പോ കൊള്ളായിരുന്നു. നോക്കിയാണ് എന്തൊരു പരിപാടിയാണ് ചോദിച്ചിരിക്കുന്നത്. തുടക്കം അവളെന്തോ ഭയങ്കര കാര്യമായിട്ടിരുന്ന് വെട്ടാണ്. എനിക്ക് ഒരു വീഡിയോ ഇതുപോലെ തല കാണിക്കാൻ പറ്റൂല. കാണാൻ സെയിൻ മാലിക്കിനവളെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നോക്കി എന്റെ മുടി ഇട്ട് കുളമായി കഴിഞ്ഞാൽ ഇവളെ മുട്ട അടിച്ചു വിടും. നീ അങ്ങനെ എന്നെ പറഞ്ഞു കണ്ണാടി നോക്കിയപ്പോ എളുപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇത് എവിടെയാണ് ആ അടക്കണം? ഇത് നീളം മുടി എപ്പോഴും കൊടു. എല്ലാരും കൂടെ പണിഞ്ഞ് പടി. ആ കൊള്ളാം. മുടിയിൽ തൊടണ പോലും ഇല്ലല്ലേ. എയറിൽ നിന്ന് ഇങ്ങനെ ആക്കാനാണ്. അതെ കറക്റ്റ് എന്നടാ. അടേ നീ ആണ്ടാ എന്നേക്കാൾ കൂടുതൽ ബാർബർ ഷോപ്പിൽ കയറിയിട്ടുള്ള. ഒരുപാട് ഇങ്ങോട്ടും പിടിച്ചാണ് ഞാൻ ചെയ്യാ. അവളെ കമത്തിയൊക്കെ പിടിക്കണം. എനിക്കിത് കണ്ടിട്ട് എല്ലാവർക്കും ആർക്കും ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലേ? ഇങ്ങോട്ട് ഞാൻ ഇപ്പൊ സൈഡ് ക്ലിയർ ചെയ്തേ. മതിയാ? അത് ഇനിയും വേണം. ഇങ്ങോട്ട് നോക്കിയാ കത്തിരി വെച്ച് വിട്ടാറായില്ല. സൈഡ് പാതി എടുത്ത് വെച്ചിട്ട് പോണ. സൈഡിന്റെ പണി അങ്ങ് തീർത്തിട്ട് കത്തിരി എടുക്കും. അത് തന്നെ, സൈഡ് പണി ഇതുവരെയായിട്ട് തീർന്നില്ല. ആദ്യം തന്നെ അവൾ ഇന്റീരിയർ വർക്ക് തുടങ്ങാൻ പോകും. പേടിയുണ്ടോ? 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 അയ്യോ, അതിന് അളവെടുത്തില്ല. ഇപ്പുറത്തൊന്നും കറക്റ്റ് അളവിന് ചെയ്യുന്ന ആള്. അതിലെ കൃതാവിന്റെ ഇത് അളവെടുക്കണ്ടേ? കണ്ടാടാ, ഒരു ബാർബർ പോലും ലോകത്ത് ചെയ്യാത്താണ്. അളവെടുത്ത് മാർക്ക് ചെയ്ത് ചെയ്യണണ്ട. ട്രിമ്മർ വെച്ച് കോതാണ്. പിന്നെ എങ്ങനെയാ ചീപ്പ് വെച്ച് കോതാനാ? പണ്ടേ ദുർബല, ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. ഓക്കേ, ഇത് എത്ര എടുക്കണോ? അതെന്തോ അത് അതിന്റെ തലയുള്ള തന്നെ. പോയില്ല. നമുക്ക് പിന്നീട് കത്തിരിട്ടായാലും വെട്ട് ആര് വെട്ടാൻ? ഇവിടെ ട്രിമ്മർ ഉപയോഗിക്കാൻ അറിഞ്ഞിടാത്ത ആളാണ് ഈ കത്തിരി ഇട്ടുണ്ടാക്കാൻ പോണം. ഞാൻ കണ്ടപ്പോ ഈ ഈസി ആയിരുന്നില്ലേ? എവറിത്തിങ് വിൽ ബി ഈസി അണ്ടിൽ ഇറ്റ്സ് യുവർ ടേൺ. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേടാ? ഇവിടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഓ, ഇവിടത്തെ മുടിയൊക്കെ പോയി. അതാണ്ട് ഇവിടെ ഇനി അവിടെ മുടിയില്ലെന്ന്.
ഇത് പിടിച്ചിട്ട് ഇതൂടെ മുടിയല്ലേ ഉള്ളൂ. ഇങ്ങനെയുണ്ട് ബുദ്ധി. നിന്റെ ബുദ്ധി കാണിച്ചേ ഈ കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കും പോലെ ആവരുത്. എന്താ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവള് ചരിച്ചോണ്ട് ഇതെവിടെ പോണത്? നേരെ തന്നെ പിടിച്ചത്. എനിക്ക് ചരിഞ്ഞൊക്കെ പോണ പോലെ തോന്നുന്നു. അത് ചേട്ടൻ തല ചരിച്ചു വെച്ചോണ്ട്. കുറച്ച് ഓക്കെ അല്ലേ? ഈ സൈഡ് ഓക്കെ. ഈ സൈഡ് മുടിയെ വിജയ് പോലെ എന്നാ കണ്ടിന്യൂ നാട് സ്വത്തങ്കമട്ടെ നാല് മാസം തൂങ്കമട്ടെ വെട്ടക്കാരൻ വെട്ടേറെ വെച്ചടേ. കണ്ടിരിക്കാൻ കൊള്ളാം. ക്യാമറയില് കൊള്ളാം. ആവറേജ് പടം. വൺ ടൈം വാച്ചബിൾ. ഒരു യഥം കിട്ടണില്ല. ഉണ്ടായിരുന്ന ഇയാളിപ്പോ മലത്തിയേന്. അയ്യോ എനിക്ക് കാണാൻ വയ്യല്ലോ. ബട്ടർ ബന്ന. ഓ ബണ്ണിയെ പോലെ ആയാ? ഗീത നീ എന്താ അവിടെ ചെയ്യുന്നേ? നിന്റെ മുടി വെട്ടുവാ. ഭാഗ്യ മുടിയൊക്കെ പോയി. സി അജയ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഗീത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അജയ് ഇസ് മൈ ഫ്രണ്ട്. മുടിയൊക്കെ വായിക്കേറി പോണു. ആര് ഈ സൈഡ് വീഡിയോ എക്സ്ക്ലൂസീവ് ആയിട്ട് റെഡി ആയിരുന്നു. അങ്ങനത്തെ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ചാർജ് തീർന്ന കരണ്ടിയാന്ന് വെച്ചാൽ ചോദിച്ചാ ആദ്യം കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ചെറുതായിട്ടൊന്ന് കാണുക സുഹൃത്തുക്കളെ. എന്തോന്നടാ എടാ എനിക്കൊന്നും കാണാൻ വയ്യ, അതുകൊണ്ട് ഈ സൈഡ് ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്. ലെവൽ ചെയ്ത് വരുമ്പോ കറക്റ്റാവും. എന്റെ പള്ളി ഇതെന്തോന്നിത്? ലെവൽ ചെയ്യാനുണ്ട്. ഇത് ചെയ്ത് തരുമോ ഇത്തിരി? സത്യം പൊട്ടത്തരം ചെയ്യുമെങ്കിൽ അത് നല്ല 100% കോൺഫിഡൻസോട് കൂടി ചെയ്തോളൂ. അത് തെറ്റ് ചെയ്തെന്നുള്ള ഒരു മുഖത്തൊരു ഭാവ വ്യത്യാസം പോലും വരത്തില്ല. കണ്ട അത്ര കോൺഫിഡൻസ് ആയിട്ടാണ് ചെയ്യണത്. ഏറ്റവും വയ്ക്കണ ജോലിയാ അങ്ങനെ. തീർന്ന് വെടി തീർന്ന്. അയ്യോ ചെറിയൊന്ന് അയ്യോ ഇനി ചേട്ടൻ ഇങ്ങനെ പുറത്തിറങ്ങും. ബാറ്ററി ഇതുവരെ വെട്ടിയോ രൂപം കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങോട്ട് തിരി. ഞാൻ കത്തിരി വെച്ച് വെട്ടി. ഈ കോല അയ്യോ ഇനി അതിട്ട് കത്തിരിട്ട് പിടിക്കണോ? അല്ലാത്ത സൈഡ് എങ്ങനെ പുറത്തിറങ്ങും? ചെയ്തില്ലല്ലേ? അത് തന്നെ ചെയ്യാത്തോണ്ട് സെറ്റപ്പ് എന്നാണ്. കളിയാക്കിയാലും മനസ്സിലാവാതെ എന്തിനീ വെള്ളം അടിച്ച് കയറ്റണത്? എന്റെ ഫ്രണ്ട് ഒതുക്കി തരണ്ടേ, അത് ഞാൻ ചെയ്തു. അതിലേക്ക് അത്രയും വലിയ ബന്ധങ്ങളിലേക്ക് പോണോ? എന്റെ ദൈവം ഈ സമയത്ത് വല്ല കട ഉണ്ടാ? ഈ സമയത്ത് ഇന്നെന്തൊരാഴ്ച? ചൊവ്വാഴ്ചയാണോ? ഇനിയിപ്പോ ഞാൻ എങ്ങനെ ചെന്ന് പറയും എന്റെ അനിയത്തി വെട്ടി കൊളാക്കി എന്റെ ബാക്കിയൊന്ന് ഫിനിഷ് ചെയ്ത് തരാൻ? വെള്ളം അടിച്ചു 2 ബക്കറ്റ് വെള്ളം ഇപ്പൊ നീ എന്റെ തലേ കമത്തി കാണും. വെള്ളം അടിച്ച് കേട്ടണേ ഒരു കുറവില്ല, എന്നാൽ അതിനുള്ള ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല. ലെയർ ഒന്നും ആ കൊച്ചിന് മനസ്സിലാവില്ല, നേരെ പറഞ്ഞു കൊടുക്കും. ട്രിമ്മറും ചത്ത് ഈ പണ്ടാരടങ്ങാൻ ഏത് നേരത്തെ തല വെച്ച് കൊടുത്തു. കറുത്ത മുണ്ടെടുത്തല്ല തലയിൽ കൂടെ എങ്ങനെ ഇട്ടിട്ട് പോവാ. എന്തായാലും നിനക്ക് മുണ്ടെടുക്കാനുള്ള ഒരു ബുദ്ധി തോന്നിയല്ലേ? തലയിൽ കൂടെ മുണ്ടിട്ടോണ്ട് പുറത്തിറങ്ങാനുള്ള അവസ്ഥയായി. നോമ്പ് എപ്പോ തീരുവോടാ? 6:45 കഴിഞ്ഞിട്ട് അയാൾ കട തുറക്കുമെങ്കിൽ അവിടെ പോയി വെട്ടിയാൽ മതിയായിരുന്നു. ഞാനിത് ഏത് പേര് പറയട്ടെ, ഇതിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഒരെണ്ണം ചെയ്യാൻ പറയാം. പുള്ളി തന്നെ ഏതെങ്കിലും സജസ്റ്റ് ചെയ്തിട്ട് ബസ്കട്ട് എന്തെങ്കിലും കട്ട് ഇതൊന്നും മെനയായിരിക്കണം പുറത്തിറങ്ങുമ്പോ. ഈശ്വര മറ്റേ മുടിയൊക്കെ എന്തോ വൈരാഗ്യമുള്ളവരാ. ഈ ഫേസും വെച്ച് ഇനി ഞാൻ കോമഡി ചെയ്ത് എറിക്കോടാ? എടാ ഈ ഫേസും വെച്ച് ഞാൻ ഇനി കോമഡി വീഡിയോ ചെയ്താൽ എറിക്കോ? ഓ പിന്നെ ചീറും. പരണ്ടി അങ്ങ് എടുക്കുകയാണ്. കണ്ട ആ മുടി എൻ്റെ പോകുമ്പോ തന്നെ മനസ്സിലാവും, എങ്ങനെയോ പിച്ചങ്ങ് എടുക്കുകയാണ്. അവനാണോ ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് വെട്ടിക്കളയാ? അതല്ല, ഞാൻ അങ്ങനെ എടുക്കുമ്പോ ലെങ്ത് ഉള്ളത് നോക്കിയിട്ട് അതങ്ങ് വെട്ടാൻ പറയും.
ഇപ്പൊ ഇങ്ങനെ എടുക്കും. എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്തൊരു ഇത് ഉണ്ട് കണ്ടതാ, ഇത് കണ്ട, ഇത് ഉണ്ടല്ലേ ഇതാ കണ്ട. ആ ഉണ്ട്. നിന്റെ ചിരി കാണുമ്പോഴത്തേക്ക് എനിക്ക് വേറെ എന്തിനാണ് തോന്നണത്. ഈ ക്യാമറ പിടിച്ചോ, ഇതിനെ ചാടിച്ചാവാൻ സെറ്റപ്പായി. മറ്റേ ഫ്രണ്ട്സ് സിനിമയിലെ ജയറാം അരവിന്ദൻ അതാണ് ആക്കി വെച്ചിരിക്കണത്. അല്ല അത് ഓൺ ദ വേ. ഇങ്ങനെ പിടി ഈ സൈഡില് കട കട എന്ന് അടിച്ച്. കട നോക്കിയോ അതിൻ്റെ രണ്ടും കൂടെ ആയിട്ട് പണിഞ്ഞ് 4 പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിട്ട്. ഇതിന് പിടിക്കാൻ കടയിലാ മാമ അങ്ങനെ ഒറ്റയ്ക്കാണ്ടാ ചെയ്യണത്. അതാണ് അങ്ങനെ ജോലി എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവും. എൻ്റെ അത് ചെയ്തോണ്ടിരിക്കണതിന്റെ കൂട്ടത്തിൽ അപ്പുറത്ത് അങ്ങനെ ഫേഷ്യൽ വരെ ചെയ്യും. ഇത് ഒരെണ്ണം ഒരു തല നേരെ വെട്ടി തീർക്കാൻ പറ്റണില്ല അവർക്ക്. അല്ല ആരും ഇങ്ങനെ തല വെച്ച് കൊടുക്കൂലല്ലേ എന്റെ തല വെട്ടെന്ന്. ഇതൊക്കെ ചുമ്മാ പറഞ്ഞു വരണം. ചുമ്മാ പറഞ്ഞു ഞാൻ വെട്ടിയിട്ടത്. ആ കണ്ണാടി ഇന്ന അടുത്താണ്. എനിക്ക് എന്നെ കണ്ടിട്ട് കോണം മാറിപ്പോ നോക്കിയോ. കണ്ണാടി അടുത്താണ്. ഇങ്ങനെയൊന്നും അല്ലാണ്ട് ഇങ്ങനെ വെച്ചിരുന്ന സൂപ്പർ സെറ്റ്. കൂടിപ്പോയ ഒരു 75 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവര് നന്നായിട്ട് പണിഞ്ഞു വെച്ചു തരും. ഇതെന്ത് കൊള്ളൂലേ? ഓ നന്നായിട്ടുണ്ട്. എന്ത് നല്ല രസമുണ്ടല്ലേ? അരവിന്ദോ എങ്ങനെയുണ്ട് നോക്കണോ മാഡം. ഇപ്പോഴാണെങ്കിൽ 100 രൂപയിൽ നിൽക്കും. ഇനി 50 രൂപയിലും നിന്നോളും. കോൺഫിഡൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് തെറ്റ് ചെയ്താലും അവൾ ആ കോൺഫിഡൻസ് കൊടുക്കുക ചെയ്യും. അമ്മ പോ, ഞാൻ ചെയ്യ. ഈ അമ്മയാണ് തെറ്റിക്കണത്. കണ്ടോ മോളിലാ വെട്ടുന്ന സ്റ്റൈല് കണ്ടോ? എനിക്കൊന്നും കാണാൻ എന്താ അവൾ കത്തിരിട്ടാണ് അതാ കടിച്ചു പറിക്കണത്. ആ പിന്നെ കടിച്ചു പറിക്കണം. 4:30 തുടങ്ങിയ വർക്കാണ്. ഇത് മതി, കൂടുതൽ വെട്ടണ്ടല്ലേ. കടയിൽ പോയി അതൊന്നും അവളെ പറഞ്ഞ് മനസ്സിലാക്കടാ. അല്ല നീ കൊറേ മുമ്പ് പറഞ്ഞു വിജയ് ഈ അല്ലു അർജുൻ ഇതിൽ എവിടെയാണെന്ന് എനിക്കും കൂടെ ഒന്ന് കാണിച്ചു തരണം. ഈ സൈഡിൽ നോക്കിയാൽ വിജയ്, ഈ സൈഡിൽ നോക്കിയാൽ അല്ലു അർജുൻ, മൊത്തത്തിൽ നോക്കിയാൽ അരവിന്ദൻ. എനിക്ക് പറയാം. അലവരാതി. അയ്യോ അത് കൊള്ളാം, മുള്ളറ്റ് പോലെ കൊള്ളാം. അല്ല അവക്ക് മുള്ളറ്റും കുള്ളറ്റൊന്നും അറിഞ്ഞുവിടാ. എന്നുവെച്ചാല് മറ്റേ ബാക്ക് സൈഡില്ലേ, ഇങ്ങനെ സൈഡ് മാത്രം ഇട്ട് ബാക്കിൽ ഇങ്ങനെ മുടിയിട്ടേക്ക്, അതാണ് മുള്ളറ്റ്. നീ വല്ല ലെയർ കട്ട അങ്ങനത്തെ വല്ല കട്ടെന്ന് പറഞ്ഞോട്. അത് അറിഞ്ഞു എന്തോന്നിയാണത് പിഴുതെടുക്കണ്. കട്ട് ചെയ്തെടുത്തത് അങ്ങനെയെങ്കിലും ചെയ്യും. മതി, എനിക്ക് പരാതിയില്ല. മതി മതി മതി. ആ സുന്ദരൻ, ആ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഓ ഗോഡ്, മതി മതി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇവിടെ ഞാൻ വെട്ടി. അവിടെ ഒന്നും ചെയ്യണ്ട. ആവശ്യമുള്ളത് എന്നെ വെട്ടണത്. ആവശ്യമുള്ളതാണ് വെട്ടണത്. അപ്പം ആവശ്യമില്ലാത്തത് വെട്ടാൻ പറ. എടാ നീയും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ഇതിന് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതെന്ന് അറിഞ്ഞുവിടും. ചുക്കും ചുണ്ടാകും പറഞ്ഞുവിടാത്ത ആളെ വിളിച്ച് മുടി വെട്ടിക്കായിരുന്നതാണ്. ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെ, മന്ദ ബുദ്ധി നിങ്ങൾ വിളിക്കുക. ഇത് അതിനുള്ള ബുദ്ധി ഇല്ല. ഇതൊക്കെ എന്തിനാ മോണ്? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. മതി 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 മതിയേ മതി മതി. തല കോതി ഒന്ന് ഒതുക്കിയാൽ മതി. ഒതുക്ക് ഒതുക്ക് ഒതുക്ക്, കോതി കോത് കോത്. കത്തിരി കൊണ്ടല്ല, ചീപ്പുണ്ട്. കഴക്കൂട്ടത്ത് മറ്റേ ബംഗാളി, അവര് ബംഗാളിയല്ലേ കടയിലൊക്കെ. ഹിന്ദിക്കാരെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ഇത് എങ്ങനെ എന്റെ ഇഷ്ടം പോലെ വെട്ടിയെടുക്കും. താടിയിൽ തൊട്ടോ കൊല്ലും ഞാൻ നിന്നെ. മതി മതി. നീ അത്യാവശ്യം അത്യാവശ്യം ഓവറോൾ വെട്ടി പഠിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ അതെ, അത്യാവശ്യം ഓവറോൾ ഓവറാക്കി വെച്ചിട്ടുണ്ട്. സുന്ദരൻ, ഇതാരിത്? വിജയ്. ആവശ്യമില്ലാതെ നീയാണ് വിജയ് അല്ലു അർജുൻ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ എത്ര നേരം പിടിച്ചിരുത്തിച്ചേ. ഹിന്ദിക്കാരല്ലാതെ മലയാളിയുള്ള ബാർബർ ഷോപ്പിന് ഏതെങ്കിലും ഈ സമയത്ത് തുറന്നിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കാൻ പോണത്. ചേട്ടൻ ഏതോ കാളീനെ കൊണ്ട് ബാക്കിയെല്ലാം ചെത്തി പറക്കാൻ വേണ്ടി പോവാണ്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ഞാനിത് അങ്ങേരെ ഏത് ഭാഷയിൽ ഇതർ ഉദർ അങ്ങനെയൊക്കെ ഞാൻ എന്തെന്നും പറഞ്ഞ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണത്. എന്നിലൊരു കലാകാരി ഒളിഞ്ഞെടുപ്പുണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. 4:30 തുടങ്ങിയാണ്. 4:30 ഇപ്പം മണി 6:30 കഴിഞ്ഞ്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ 6:45 അങ്ങോട്ട് അടുപ്പിച്ചായി. എന്നാലും ഇത് കുട്ടപ്പനാക്കി തന്നില്ല. നോക്ക് സുന്ദർ, നേരത്തെ കാട്ടി കൊള്ളൂലേ? നോക്കിയാണ്
എൻ്റെ സൈഡൊക്കെ പോയൊരു മെന വന്നത് ഇപ്പോഴും. ഞാൻ ഫ്രണ്ട് കുറച്ചും കൂടി പൂക്കിയാക്കി തരാമെന്ന് പറഞ്ഞാണ്, കേട്ടില്ല. ഞാൻ പറയണില്ല. അപ്പം വീഡിയോ എത്ര ഉള്ള ഗൈസ്. ഇനി അടുത്ത ദിവസം വരുന്നത് ഞാൻ പുതിയൊരു ലുക്കിലായിരിക്കും. ഈ ലുക്ക് മാട്ട ലുക്ക് ഇത് വേണ്ട, അടുത്ത നല്ലൊരു ലുക്കിൽ ഞാൻ വീണ്ടും വരുന്നത്. സൂപ്പർ ലുക്കാണ്. ഈ ലുക്ക് കൊള്ളാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഗൈസ്, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.